കുന്നംകുളം സ്വദേശിയായ സന്യാസി തെലങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദ ഗിരിസ്വാമിയാണ് കേരളത്തിലേക്കുള്ള യാത്രാമധ്യേ മരിച്ചത്. മരിക്കുന്നതിന് മുൻപ് കുന്നംകുളത്തെ സുഹൃത്തിനെ വിളിച്ച് താൻ അപകടത്തിലാണെന്നും എന്തും സംഭവിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, എന്താണ് സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്? അസിത, കുന്നംകുളം സ്വദേശിയായിട്ടുള്ള ശ്രീബിൻ എന്ന ബ്രഹ്മാസ്വാമി 6 വർഷം മുമ്പാണ് ഇത്തരത്തിൽ അദ്ദേഹം ആശ്രമത്തിലേക്ക് പോയത്. നേപ്പാളിലുള്ള ആശ്രമത്തിലായിരുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഒരു അപകടം അല്ലെങ്കിൽ അപകട മരണം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 28-നാണ് ഈ സംഭവം എന്നാണ് പറയുന്നത്. ഇയാളുടെ ഒരു സുഹൃത്തിനെ നാട്ടിലുള്ള ഒരു സുഹൃത്തിനെ ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് താൻ ചെറിയൊരു പ്രശ്നത്തിലാണ്, തനിക്ക് എന്തും സംഭവിച്ചേക്കാം എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് റെയിൽവേ ട്രെയിൻ കമ്പാർട്ട്മെന്റിനകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്, താൻ കൊല്ലപ്പെട്ടേക്കാം അല്ലെങ്കിൽ താൻ അപകടപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള ഒരു കാര്യം നാട്ടിലെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞിരുന്നു. അതിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ഈ ശ്രീബിൻ എന്ന് പറയുന്ന ആള് മൊബൈൽ ഉപയോഗിക്കുന്നില്ല. ഈ കമ്പാർട്ട്മെന്റിലെ അടുത്തുള്ള ഒരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രെയിനിനുള്ളിൽ വെച്ചുണ്ടായ അപകട സാഹചര്യത്തെ കുറിച്ചാണോ സുഹൃത്തിനോട് പറഞ്ഞത്? അതെ, ട്രെയിനിനകത്ത് ഇയാളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ പൂർണ്ണമായിട്ടും എന്താണ് പ്രശ്നമെന്ന് സുഹൃത്തിനോട് പറഞ്ഞിട്ടില്ല. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 28-ാം തീയതി, അതായത് ജൂൺ 28-ാം തീയതിയാണ് ഇയാളുടെ മൃതദേഹം തെലങ്കാനയിലെ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയത്. അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കിട്ടണമെങ്കിൽ 20 ദിവസം പിടിക്കും എന്നാണ് തെലങ്കാന പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ വീട്ടുകാരും ഇത് ട്രെയിൻ അപകട മരണമായിരിക്കും എന്നാണ് കരുതിയിരുന്നത്. അതിനുശേഷമാണ് കുന്നംകുളത്തെ സുഹൃത്തിനെ വിളിച്ച ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞ വിവരം സുഹൃത്ത് പങ്കുവയ്ക്കുന്നതും ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരികയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തില് റൂറൽ SP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ഇത്തരത്തിൽ ആധാർ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രീബിൻ എന്ന വ്യക്തി നേപ്പാളിൽ നിന്ന് വന്നത് എന്നാണ് കുടുംബം പറയുന്നത്. ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ ഇങ്ങനെ വരാറുണ്ട്. ഒരു 6 മാസം മുമ്പ് മറ്റൊരു സുഹൃത്തുമായിട്ട് വന്നൊരാഴ്ച നാട്ടിൽ നിന്നിരുന്നു. 6 കൊല്ലം മുമ്പാണ് ഇത്തരത്തിൽ ഇയാൾ വീട് വിട്ട് ഇത്തരത്തിൽ ആശ്രമത്തിലേക്ക് പോയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശരി, ശരത്ത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.